ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. MRT വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ കിച്ചണിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി സംഭവമാണ്. അതായത് ഇപ്പോൾ ചില്ലി ചിക്കനും ചില്ലി ഗോപിയും ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് പലവർക്കും ഇഷ്ടവുമെന്നാണ്. അപ്പോൾ നോൺ വെജ് കഴിക്കുന്നവർ ചില്ലി ചിക്കൻ പ്രിഫർ ചെയ്യും, വെജുകാർ ചില്ലി ഗോപി പ്രിഫർ ചെയ്യും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സംഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അത് ഉണ്ടാക്കുന്നത് സോയ ചങ്ക് വെച്ചാണ്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ സംഭവം. ഇതാണ്, നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ? ഇതാണ് സംഭവം. ഈ സംഭവം എങ്ങനെ ഇങ്ങനെയായി എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് വാ. നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള സോയാ ചങ്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റത്തേക്ക് അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെക്കുക. ടൈമർ വേണമെങ്കിൽ അങ്ങോട്ട് വെച്ചോ. അതിനുശേഷം ആ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. എടുത്ത് ആ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി നമുക്കൊന്ന് പിടിക്കാൻ പറ്റും എന്നുള്ള അവസ്ഥയിലേക്ക് ആയിക്കഴിയുമ്പോൾ നമുക്ക് അതങ്ങോട്ട് പിഴിഞ്ഞെടുക്കണം. വെള്ളമൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞ് കളഞ്ഞ് നമ്മൾ ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതൊക്കെ അങ്ങോട്ട് എല്ലായിടത്തേക്കും അങ്ങോട്ട് പിടിച്ച് സെറ്റായിട്ട് ആ സെറ്റായ ഭാഗം നമ്മളൊരു 10 മിനിറ്റത്തേക്ക് അങ്ങ് വെക്കുക. അപ്പോൾ നമ്മുടെ ചങ്ക്സ് നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടി സ്റ്റൗ എത്തിച്ച് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 200 ml ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വറുത്ത് കോരിയെടുക്കാനാണ്. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യണം, എന്നാലേ അത് സെറ്റായി വരുള്ളൂ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടി നമ്മളിത് ഒരെണ്ണം ഇട്ട് നമ്മൾ ടെസ്റ്റ് ഡോസ് അടിച്ച് നോക്കുകയാണ്. സംഭവം പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബാക്കിയുള്ള കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് അങ്ങോട്ട് മൊരിച്ചിങ്ങ് എടുക്കാം. സംഭവം മൊരിഞ്ഞങ്ങ് വരുന്നുണ്ട്. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ സംഭവം റെഡിയാവും. അപ്പോൾ നമുക്കിങ്ങനെ കോരിങ് എടുക്കാം. അധികം എണ്ണ ഇത് കുടിക്കില്ല. ഈ സോയാ ചങ്ക് അങ്ങനെ അധികം എണ്ണയൊന്നും കുടിക്കില്ല. നമുക്ക് ആ വറുത്ത് വെച്ചേക്കണ സംഭവത്തിൽ നിന്ന് നമുക്കൊരു 1-2 അങ്ങനെ എടുത്ത് തിന്നു കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവും. വായിൽ വെള്ളം വരും. അപ്പോൾ ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ: ഒരു ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളിത് 3 പച്ചമുളക്, 1 ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി, പിന്നെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളിത് നേരത്തെ വറുത്ത് എടുത്ത ആ എണ്ണയിലേക്ക് തന്നെ നമ്മളിത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മളങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിട്ടിട്ട് ആ പച്ചമണം മാറാൻ വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഒരു വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതും അരിഞ്ഞു വെച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒന്നുകൂടി ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ 1 സ്പൂൺ സോയാ സോസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. സോയ സോസ് ഒഴിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഒരു 2 സ്പൂൺ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടായിരുന്നില്ല, ടൊമാറ്റോ സോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ ടൊമാറ്റോ സോസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ചില്ലി സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ലി സോസ് ഇട്ട് കൊടുക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാനിത് ചില്ലി സോസ് ഇല്ലാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ 2 സ്പൂൺ ടൊമാറ്റോ സോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ടൊമാറ്റോ സോസ് 2 സ്പൂൺ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഒന്നും കൂടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ഇടണം. അപ്പോൾ നമ്മൾ 1 സ്പൂൺ കോൺഫ്ലവർ 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയതാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഒന്ന് സെറ്റാക്കി കഴിയുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആ ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാം. അതങ്ങോട്ട് തിളച്ച് വരുമ്പോൾ 1 സ്പൂൺ പഞ്ചസാര അങ്ങ് ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ ചങ്ക്സ് നമ്മൾ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ചങ്ക്സ് ആ ഗ്രേവിയിലേക്ക് ഒന്ന് മിക്സായി സെറ്റായി ഇങ്ങോട്ട് വരണം. അത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനമാണ് നമ്മൾ നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തത്. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്ന അവസാനം കാരണം എന്താണെന്ന് വെച്ചാൽ അത് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാനാണ്. ക്യാപ്സിക്കം വെന്ത് കുഴഞ്ഞു പോയ ഒരു വേറൊരു ടേസ്റ്റാണ്. ക്യാപ്സിക്കം നമ്മൾ അവസാനം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക കടിക്കാനൊക്കെ കിട്ടും, നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണത്. ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കുറച്ച് മല്ലിച്ചീരയും കൂടി അങ്ങോട്ട് വിതറി കൊടുക്കുക. മല്ലിച്ചീരയും കൂടെ അങ്ങോട്ട് വിതറി കൊടുക്കുമ്പോൾ ഒരു സ്മെല്ലൊക്കെ അങ്ങോട്ട് വരും. അത് നമ്മുടെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അവസാനമായിട്ട് അടച്ചൊരു 5 മിനിറ്റത്തേക്ക് കുക്കാൻ വേണ്ടി വെച്ചേക്കാണ് നമ്മൾ. നമ്മുടെ ടൈമായി. നമ്മൾ തുറക്കുകയാണ്. ആവിയൊക്കെ വരാൻ തുടങ്ങി, സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. സൂപ്പർ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഒരു ചില്ലി ചിക്കൻ ചില്ലി ഗോപി ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. സംഭവം പൊളിയാണ്.
നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒരു പലഹാരത്തിനൊപ്പം കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനപ്പോൾ ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് സംഭവത്തിൻ്റെ ടേസ്റ്റ് നോക്കാം. ഓഫ്, ഒരു രക്ഷയില്ല. ഓഫ്, ഒരു രക്ഷയില്ല. അമ്മ ചപ്പാത്തിക്കരുത്. ഞാനിപ്പോൾ ഒന്ന് കഴിച്ചിട്ട് വരാം.